സകല കലയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ് ആലവി. നമ്മളുള്ളത് കോസ്മോപൊളിറ്റൻ ക്ലബിലാണ് പാലക്കാട്. അപ്പൊ നീന്തലിന്റെ വിവിധങ്ങളായ നീന്തലുകളുണ്ട്. അപ്പൊ ആ നീന്തൽ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ മോഡലുകൾ, അതിന്റെ പേരെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വല്ല കമന്റ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. എന്റെ കൂടെ ഉള്ളത് വിഷ്ണു ആണ്. അപ്പൊ വിഷ്ണു നമുക്ക് ഏതൊക്കെ തരം നീന്തലുണ്ട് മറ്റുള്ളതൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഓക്കെ, നമ്മളിപ്പോ കാണാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റൈലാണ്, ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് രണ്ട് കൈയും ഒപ്പം കറക്കി കാലുകൾ രണ്ടും ഒന്നിച്ചടിച്ചു പോകുന്ന സ്റ്റൈലാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അത് ബട്ടർഫ്ലൈ മോഡലാണ് അല്ലേ? അതെ, ഇതാണ് ബട്ടർഫ്ലൈ. നമ്മുടെ പൂമ്പാറ്റിന്റെ ചിറകുകൾ പോലെയാണ് ഫ്ലൈ കൈന്റെ ആക്ഷൻ. ബാക്ക് സ്ട്രോക്ക് ആണ്. ബാക്ക് സ്ട്രോക്ക് ആണല്ലേ? ബാക്കിലോട്ട് രണ്ട് കൈയും ഓരോ സിംഗിൾ ആയിട്ട് കൈ ഇറക്കി പോകുന്നതിനെയാണ് ബാക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. മലർന്നു നടന്നിട്ട് അവിടെ അങ്ങനെ ബെൽറ്റ് അടിക്കുക. അതെ, അവിടുന്ന് ടേൺ ആവുന്നു. പുലിയാണല്ലോ. ഇതാണ് ബാക്ക് സ്ട്രോക്ക്. അതെ, ഇതാണ് ബാക്ക് സ്ട്രോക്ക്. മലർന്നു നടന്നു വരുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബ്രസ്റ്റ് സ്ട്രോക്ക് ആണ്. നമ്മളെ ശരിക്കും ഒരു തവളനെ പോലെ മുങ്ങി പൊന്തി തവള വെള്ളത്തിൽ വെള്ളത്തിൽ പൊന്തി കിടക്കും. അതുപോലെയാണ് നമ്മൾ ബ്രസ്റ്റ് സ്ട്രോക്ക് ചെയ്യുന്നത്. തവളന്റെ കാലും കൈയും ഈക്വൽ ആണ് ബ്രസ്റ്റ് സ്ട്രോക്ക് ചെയ്യുന്ന ആൾക്ക്. സെറ്റ്. നാലും കൂടെ ഒപ്പം ചെയ്ത പ്രയാസമൊന്നും ഇല്ലല്ലോ. എന്താ സെറ്റ് ട്ടാ. റെസ്റ്റ് എടുത്തോട്ടെ. ഇല്ല, അവൻ പൊക്കോളും. നാലാമത്തെ ഫ്രീ സ്റ്റൈൽ. നമ്മൾ ബേസിക് ആയിട്ട് ഒരു കുട്ടിനെ നീന്തൽ ആദ്യം പഠിപ്പിക്കുന്ന സ്റ്റൈലാണ് സാധാ പോലെ. അതെ, ഇതാണ് നമ്മൾ ആദ്യം ഒരു കുട്ടിനെ ബേസിക് ആയി വരുന്ന. അതെ, നമ്മൾ നാട്ടിലെല്ലാവരും ചെയ്യും, തല പൊക്കിയിട്ടായിരിക്കും നീന്തൽ പഠിപ്പിക്കുക. കാരണം അവര് ആ ഭാഗത്ത് എന്തെങ്കിലും പാത്രമോ ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ടായിരിക്കും നീന്തൽ പഠിക്കുക. ഇങ്ങനെയാണ് ശരിക്കും ഒരു നീന്തൽ പ്രൊഫഷണലായി ഒരാൾ നീന്തുന്നത്. തല താഴോട്ട് വെച്ച് ഓരോ കൈയും ഫുള്ളായി ബാക്കിലോട്ട് ഫുൾ ചെയ്ത് ചെയ്തതിനെയാണ് ഫ്രീ സ്റ്റൈൽ. നമ്മൾ ഡൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡൈവ് ഉപയോഗിച്ച് നമുക്ക് 3 തരം നീന്തൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നീന്തി വരുന്നത് ഫ്രീ സ്റ്റൈൽ. ഇതുപോലെ നമുക്ക് ബ്രസ്റ്റ് സ്ട്രോക്ക് ചെയ്യാനും പറ്റും, ബട്ടർഫ്ലൈ ചെയ്യാനും പറ്റും. 3 മത്സരങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റും. ബാക്ക് സ്ട്രോക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ബാക്ക് സ്ട്രോക്കിന് നമുക്ക് ഒരിക്കലും അത് കാണിച്ചു തരാം. നമുക്ക് ഇപ്പൊ ബാക്ക് സ്ട്രോക്കിന് ഡൈവ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബാക്ക് സ്ട്രോക്കിന്റെ ഡൈവ് ചെയ്യുക. മലന്നോ ബാക്കിലോട്ട് ചെയ്തതിനെയാണ് ബാക്കിന്റെ ഡൈവ് എന്ന് പറയുന്നത്. മറ്റുള്ള ഡൈവ് 3 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ 3 ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റുക. സെറ്റ് വിഷ്ണു, അടിപൊളി. 4 ഒപ്പം ചെയ്തല്ലോ. എങ്ങനെ എന്താ അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ, അടിപൊളിയല്ലേ? ഓക്കെ. വിഷ്ണുന്റെ വീട് എവിടെ, സ്ഥലം എവിടെ? പല്ലശ്ശേന. പല്ലശ്ശേനക്കാര് കാരണം നീന്തലിന്റെ ആശാന്മാരാണല്ലോ അല്ലെ? ഓക്കെ, സെറ്റ് അടിപൊളി കേട്ടാ, ഉഷാറ്. താങ്ക് യു. പിടിക്കടാ.